ഈ ഒരു ക്ലാസ്സിലിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പോഴേ ഉറക്കം വരും. അതിൽ പോയി ഇരിക്കാൻ പോണെന്തിന്? ഇരുന്നേ പറ്റുള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. എന്തൊരു പ്രശ്നം? ഞാൻ പോട്ടെ. പക്രു, എന്താ മ്ലാനവതാരനായിട്ട് നിൽക്കുന്നത്? അല്ലാട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. പ്രിൻസിപ്പാളില്ലായിരുന്നു. എന്നാൽ പിന്നെ നീ മലയാള സാറിൻ്റെ കൊടുക്കാൻ പറ. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡല്ലേ, അയാൾ ഗസറ്റഡാണ്, അയാളെ കൊടുത്തിട്ട് വരുമായിരുന്നല്ലോ. അല്ലാട്ട് അപ്പോൾ സാറ് പറഞ്ഞു കോപ്പി ആയതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒറിജിനൽ വേണ്ടടാ, കോപ്പി ഉണ്ടെന്ന് എങ്ങനെയാ അറ്റസ്റ്റ് ചെയ്യണത്? അല്ല, ഞാൻ പ്രിൻസിപ്പാള് സീലും ഓപ്പൺ ചെയ്തത് ഞാൻ കാണിച്ചായിരുന്നു. എന്നിട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. ഓഹോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് മനഃപൂർവ്വമാണല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങനെ കണ്ട് ചോദിച്ചോളാം. ഇത് അങ്ങേർക്ക് ഈയിടെയായിട്ട് ശകലം കുഴപ്പം കൂടുതലാണ്. ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. നീ ധൈര്യമായിട്ട് പോയി, ഞാൻ ചോദിച്ചോളാം. ഞാനേ അങ്ങനെക്കാളും സീനിയറാണ്. ചെല്ല്. നീ വിഷമൊന്നും വിചാരിക്കുന്ന കേട്ടാ, ചോദിക്കാനും പറയാനൊക്കെ കൂടെ ആളുണ്ട്. എന്തേ? ആ ഫസ്റ്റ് ടീസിലുള്ള പയ്യൻ വന്നിട്ട് സാർ ഒപ്പിട്ട് കൊടുത്തില്ലല്ലേ? ഒപ്പിട്ട് കൊടുത്തില്ല. അതെന്ത് ഒപ്പിടാത്ത? എനിക്ക് സമയമില്ല. എന്ത് 12 മണിക്കൂർ വേണോ ഒരു ഒപ്പിടാൻ? അല്ല, 12 മണിക്കൂർ വേണമെന്ന്. എനിക്ക് ഇഷ്ടമല്ല. നീ എന്ത് ചെയ്യും? ഇഷ്ടമല്ലേ? നന്നായി. ആ ചെറുക്കന് ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. വളർന്ന് വരുന്തോറും ആ ചെറുക്കൻ ഭയങ്കര കുഴപ്പമായിട്ട് വരികയാണ് സാറേ. അത് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ സാർ ക്ലാസ്സിലോട്ട് പോകണില്ലേ? നീ പറഞ്ഞപ്പോൾ ഓർത്തു. ഞാനേ റിഹേഴ്സലുണ്ട്. എവിടെ? ഞാൻ ഈ ആകാശവാണിയിലൊരു കവിത ചെയ്യുന്നുണ്ട്, മ്യൂസിക്കാൻ തന്നെ. ഓഹോ, എവിടെ? ആകാശവാണി പൂട്ടാൻ പോണോ? അല്ല, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? ആകാശവാണി പൂട്ടാൻ പോണോ? ഇല്ല, അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇപ്പോൾ റിഹേഴ്സലല്ലേ? ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഈ കാര്യം നീ പുറത്തു പറയണ്ട കേട്ടോ, നമ്മളെ പുറത്ത് പറഞ്ഞാൽ. ഏത് ഈ കവിത ആകാശവാണി കേട്ടാ? സാറ് നിങ്ങളിങ്ങനെ തേരാപ്പാര നടന്നോ? കൂടെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായ ഇടപെടല്ലേ കേട്ടാ? എന്താണ്? നമ്മളെ പക്രുല്ലേ, ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാബുലേ സാറിനെ പോയി കണ്ട്. അങ്ങനെ അവനെ അടിച്ച് ഓട്ടിച്ചറ. എന്തിനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവൻ നിങ്ങളോട് നടക്കണത്. അതുകൊണ്ട് ഇതെന്ത് ഏർപ്പാടാണ് വീടാ? എന്ത് ഏർപ്പാടാണെന്ന് ഇനിയിപ്പോൾ അങ്ങനെ എടുത്ത് തന്നെ ചോദിക്കണം. ആശ ഇപ്പൊ താണ്ട് ആകാശവാണിക്ക് വേണ്ടി പാട്ടുണ്ടാക്കാൻ നടക്കുകയാണ്. പിള്ളേര് ഒപ്പിടാൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾ അടിച്ചോട്ടിക്കും. പെമ്പിള്ളേരാണെങ്കിൽ കറക്റ്റാ വിളിച്ചത് ആ പാട്ടും ക്ലാസ്സും. ആകാശവാണിയാ? പാട്ടാ? ആര് പാടണത്? എമിലി എല്ലാരും ഉണ്ടെന്നാണ്. അവിടെ റിഹേഴ്സലൊക്കെ ആരും അറിയാതെ ഇവിടെ നടക്കുകയാണ്. ഞാൻ പോട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ റെഫർ ചെയ്യാനുണ്ടേ. ഇനിയിപ്പോൾ PhD 1-2 സംഭവങ്ങളുണ്ട്. ഞാൻ ലൈബ്രറിയിലോട്ട് പോയിട്ടില്ല. ഇപ്പൊ വരുമോ? ഇല്ലടാ, ഇനി ഒരാഴ്ച ഞാൻ ഫ്രീ അല്ല. പോട്ടെ. ഒരാഴ്ച ഫ്രീ അല്ല. ഊരിയതാ. ദേവകന്യക സനിസ 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 ഋതുഭേദങ്ങളിൽ സരിക 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 ഉത്സാഹത്തോടുമ്പോ ദേവകന്യകൾ ഉത്സാഹത്തോടെ ഓടുമ്പോഴോ? എന്തോന്ന് വരിക സാറേ? ഓടിയ കുഴപ്പമെന്താ? ഓടുവാണോ ചാടുവാണോ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. എൻ്റെ ടീച്ചർ ഓടിയാലും ചാടിയാലും ഒരു ക്രിയല്ലേ? അങ്ങനെയൊക്കെ എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചോ സാർ പ്ലീസ്. ദേവകന്യക സംഗീതം താളം പോയി എനിക്ക്. കുഴപ്പമില്ല സാർ, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ദേവകന്യക സനിസ 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 ദേവകന്യക സരിസ 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 ഋതുഭേദങ്ങളിൽ സരിക സരിക സരിക. എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. എവിടെയെങ്കിലും പോകും. നമ്മളെ പഠിപ്പിക്കേ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കും. ഒറ്റക്ക് കിട്ടിയാലേ പോയി ചോദിക്കാൻ പറ്റും. പാട്ട്, ഡാൻസ്, റേഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാതെ വീട്ടം പറഞ്ഞ പോയി. നിനക്കെന്തൊരു മൂഡ് ഓഫ്? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ. ഞാൻ ജൂനിയർ ആയതുകൊണ്ടല്ലേ സീനിയർ ആയ നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്ന കാര്യമല്ലേ? അത് തന്നെ. ഈ വെപ്രാള പഠിക്കാണ്ടിരിക്കേ. ബാബുലൈൻ സാറായിട്ട് ഞങ്ങൾ ചെറിയൊരു ഉടക്കിലാണ്, അതുകൊണ്ടാണ് ശരിയാക്കത്. നേരിട്ട് പണി കൊടുക്കാൻ പറ്റത്തില്ല, പിന്നിൽ നിന്ന് കുത്തണം. അതിന് ചില കരുക്കൾ നീക്കാനുണ്ട്. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ പിന്നെ എപ്പോഴാണ് കൂടെ നിൽക്കാത്തത്? ഞാൻ അഭിനയിക്കുന്നത് പോലെ അഭിനയിച്ചോണം, സാഹചര്യത്തിനനുസരിച്ച് ചെയ്തോണം കേട്ടോ. പ്രത്യേകിച്ച് ഡയലോഗൊന്നുമില്ല, ആക്ഷനും ഇല്ല, കട്ടുമില്ല. ഓക്കെ? പിന്നെന്തിനാണോ ഓക്കെ?
നമ്മൾ ചെയ്യും. ബാബടാ നീ വെറുതെ വിഷമിക്കരുത്, എന്താ പോയി കഴിക്കണം കേട്ടോ. സാറേ ആ നോട്ടീസ് എഴുതി തന്നെ ആരാ വായിക്കുന്നത്? ഇയാൾ വായിക്കണം, എവിടെ കൊണ്ടു കൊടുത്താൽ അവിടെ വായിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ പൊന്ന് സാറേ, ക്ലാസ്സിലെങ്ങും ഒറ്റ സാറന്മാരും ഇല്ല. ആകെ ആ മലയാളം സാറുണ്ട് അവിടെ ഇരുന്ന് പിള്ളേരെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അയ്യേ, അവരെ കൂടെ പോയി. അവരെല്ലാം ഐശ്വര്യ അടിത്തുറച്ച് കല്യാണത്തിന് പോയി. ആരെ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന പയ്യൻ്റെ കല്യാണം. അയ്യേ, എന്നെ വിളിച്ചാണ്. പിന്നെ സാറിനെ ഇല്ലേ അവൻ വന്ന് ആദ്യം വിളിച്ചത്? പോണ്ടേ? പിന്നെ പോണം. പോവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, സാറിന് കാറുണ്ട്, നമുക്ക് രണ്ടുപേരും കൂടെ പോയിട്ട് ഡിബീനിങ് വരാം. ഓസിന് പോവാന്ന്. അതേ ഓസിന് പോയിട്ട് വരാം. എന്നാ പിന്നെ സാറ് വരുന്നില്ലല്ലോ. ഇല്ലേ, ഞാൻ വരാം. ഞാൻ പോയിട്ട് 2 മണിക്കൂറിനകം വരാം. ആ, പെട്ടെന്ന് വാ. ഉള്ളതാ. അപ്പോൾ ഞാൻ പോയിട്ട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആ എന്നിട്ടേ പറ. ഗുഡ് മോർണിംഗ് സാർ. ആ പറ, നീ പറ. പറയൂ. എടാ, ആരെങ്കിലും ഒരാൾ പറയടാ, നീ ഇവിടെ വേറെ ജോലിയുണ്ട് ഇവിടെ. സാറേ, ഞങ്ങളതെങ്ങനെ പറയും? സാറിനോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലടാ. ഉം? എനിക്ക് പറയാൻ പറ്റില്ല. സാർ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഞങ്ങളത് ചെയ്യാറില്ലേ സാറേ? വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളത് ചെയ്യാറുണ്ട്. ആ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിലൊരു കള്ളത്തരം കാണിച്ചിട്ടൊന്നുമില്ലല്ലോ സാർ. ഇല്ല. സാറിൻ്റെ സഹപ്രവർത്തകർ സാറിനോട് എന്തെങ്കിലും അനീതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സാറ് സഹിക്കുമോ? അല്ല, അങ്ങനെ കാണിച്ചാൽ നീ സഹിക്കൂടാ? എനിക്ക് സഹിക്കാമല്ലോ, പഠിച്ചോനാണ് ഞാൻ സഹിക്കില്ല. എനിക്കത് കേൾക്കാൻ പോലും ഉള്ള ഇതില്ല, എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. പക്ഷേ സാറത് അതായത് സാറിനെ പോലുള്ള ഒരാളോട് സഹപ്രവർത്തകർ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സാറ് ഒരുപാട് സാർ എങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകർത്തൊക്കെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. സാർ ഇവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സാറേ, വലിച്ചു കീറി ആരെ വലിച്ചു കീറുന്ന കാര്യമാണ് വലിച്ചു കീറി ഞാൻ മുഖത്തെറിഞ്ഞാണ് സാറേ. ആരെ വലിച്ചു കീറുന്ന കാര്യം പറയണം. ഇത് സാറേ ഈ പയ്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് ബാലൻ സാറിൻ്റെ അടുത്ത് പോയി. ആ അപ്പോൾ ബാലൻ സാർ ഒപ്പിട്ട് കൊടുത്തില്ല. എന്ത്? അയാൾ മാത്രം ഇവിടെ ഉള്ള? എന്താ? അയാൾ മാത്രം ഇവിടെ ഉള്ളോ? വേറെ ആരും ഇല്ലേ? അല്ല, ഒരുപാട് പേരുണ്ട്. അന്നെന്ത് കല്യാണം ഉണ്ട്. എല്ലാവരും കല്യാണത്തിന് പോയി, ബാലൻ സാർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇല്ലടാ. എന്നിട്ട് സാറേ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ ഒപ്പിട്ടതല്ലേ, ഞാൻ അതിൻ്റെ കോപ്പി. ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഒപ്പിട്ടിരുന്നു. അങ്ങനെ അതല്ല സാർ ഒപ്പിട്ട് കൊടുത്തില്ലല്ലോ. ഒറിജിനലിന്റെ കോപ്പി, ഒറിജിനൽ ഇവിടെ അല്ലേ? അതെ. അതിന്റെ കോപ്പി സാർ ഒപ്പിട്ട് കൊടുത്തത് ഇപ്പൊ നേരെ കൊണ്ട് ബാബുലേൻ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി. മനസ്സിലായി. അപ്പൊ ബാബുലേൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാബുലേൻ സാറ് ഒപ്പിട്ട് ഇത് ആരും ഒപ്പിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു പ്രിൻസിപ്പാൾ ഒപ്പിട. പ്രിൻസിപ്പാൾ ആരാണ്? പ്രിൻസിപ്പാളിന്റെ ഒപ്പ് ഞാൻ എങ്ങനെ ഇതാണ്? പ്രിൻസിപ്പാൾ മറ്റാണ്. അങ്ങനെ എന്തൊക്കെയോ സാറിന് പറയാ ഇനി ഒന്നുമില്ല സാർ. സാർ അല്ല, അവരൊക്കെ എന്താ സാർ ഇങ്ങനെ പറയണത്? പ്രിൻസിപ്പൾ ഒന്നുമില്ല, സാർ ഇവിടുത്തെ ഒരു കോളേജിന്റെ ഒരു പ്രിൻസിപ്പൾ അല്ലേ? അല്ല, നമ്മളിനി പറയണ കള്ളമായിട്ടാണ് സാറിന് തോന്നുന്നത്. നീ പറഞ്ഞു ഞാൻ പറയുന്നു സത്യം തന്നെ സാറേ. ഞങ്ങൾ കള്ളത്തരം സാറിന് അങ്ങനെ തോന്നണമെങ്കിൽ അവനോട് ചോദിച്ചു. പിന്നെയാണ് ഇവൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോയി. അതിപ്പോൾ നമ്മളിത് സാറിന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ വല്ല വിഷമമുണ്ട് സാറേ? വിഷമമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് പറഞ്ഞെന്നുള്ള സാറിന് അറിയാൻ വേണ്ട അല്ലേ? ഇല്ല സാറ് വഴക്കൊന്നും പറയണ്ട. നിങ്ങൾ പോ, എനിക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ പോയി. സാറൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതുകൊണ്ടൊന്നും പറഞ്ഞില്ലേ എനിക്ക് വിഷമമില്ല, ഞങ്ങൾ പോവാം. എന്നാലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളോട് ഇങ്ങനെയൊക്കെ സഹപ്രവർത്തകർ അങ്ങനെയല്ല, നമുക്ക് പറയാം. സാറിൻ്റെ അടുത്ത് പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് തന്നെ. കൂടെ ഇരിക്കണമാര് തന്നെ പറയട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊല്ലണം മനുഷ്യനെ. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. സാറ് കരയേണ്ട സാറേ. ആര് കരഞ്ഞ്? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഉരുവണ മനസ്സൊന്നുമല്ല എൻ്റെത്. നിങ്ങൾ പോ. സാർ ഇത് ചോദിക്കൊന്നും വേണ്ട സാറേ. പോടേ കുറിഞ്ചും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചാൽ മതി. കഴിഞ്ഞ മാത്രമാണ് മക്കളെ ശത്രുക്കളെന്ന് പറയും. അവനൊക്കെ പണ്ടാരടങ്ങാനായിട്ട്. പേന തറ വീഴുന്നു. ഞാൻ പോടാ. ഓ പോടേ. സാർ
സ്നേഹിപ്പിക്കും, കരയിപ്പിക്കും, പിന്നെ ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും. ഇത് തന്നെ അവന്മാരെ പരിപാടി. എടാ സംഗതി ഏൽക്കോ അതോ കൊളാവോ? എടാ ഈ പൊറിഞ്ചൊരു അമ്പ് ചെയ്താ തൊടുക്കുന്നെടുത്ത് കൊള്ളും. കൊടുക്കുന്നെടുത്തോ? അല്ല, കൊള്ളേണ്ടെടുത്ത് കൊള്ളും. അങ്ങനെ പറയാം. ബാഹുലേൻ സാർ ഏതോ ലോൺ എടുക്കാൻ സാലറി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടി നടക്കാൻ അതാര് പറഞ്ഞു? നമ്മുടെ വാസുണ്ണൻ പറഞ്ഞു. ആഹാ. പ്രിൻസിപ്പാളിനെ ഇപ്പൊ ബാഹുലേൻ സാർ ചെന്ന് കാണും. ആ. അപ്പൊ കളി തുടങ്ങും. അളിയാ നീ നോക്കിക്കൂടാ, ഒക്കെ ശരിയാക്കടാ നമുക്ക്. വാ. എന്നാലും ഇത് അവരെങ്ങനെ അറിഞ്ഞു നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്ത കാര്യം? ശരിയാ. ദാ ഇവിടെ പറഞ്ഞോളൂ. പറഞ്ഞോടി. എടുത്ത് അടിച്ചിരുന്നു കേട്ടോ, മിണ്ടായിരുന്നു അവിടെ. പിന്നെ അവന്മാരെങ്ങനെ അറിഞ്ഞേ? അത് എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെയോ ചോർത്തിട്ടുണ്ട്. നീ കൂടുതലാക്കല്ലേ? തോന്നിയോ? ആ തോന്നി. അല്ല, അല്ലെങ്കിൽ തന്നെ നിനക്ക് അവനെ പ്രേമിച്ചാൽ എന്താടി? കാണാൻ കേട്ടില്ലോ അല്ലേ? ആ ചിരിക്ക് കൊടുക്കണമല്ലോ പൈസ. എന്താ എമിലി ചേച്ചിയും പുരിഞ്ചു ചേട്ടന്. അത് തന്നെ, പൊറിഞ്ചു എമിലി. ആ പറഞ്ഞു തീരുന്നില്ല. ബഹുമാനം വേണ്ട, വന്നേ വരുന്നെങ്കി എല്ലാം മനസ്സിൽ മതി. ധൃതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ഇരുന്നിട്ട് എന്താ നിങ്ങളുടെ തിരുമോന്താണ് മാറങ്ങോട്ട്. ഓള് വീഴുന്ന് എനിക്ക് തോന്നില്ല മോനെ. ഇല്ലടാ, നോക്കിയിരുന്നാ ചെലപ്പോ വീഴും. വീണാ നമുക്ക് ചിരിക്കാം. അല്ലാണ്ട് ഒരു ചായ. ഒരാടാ ഇവിടെ ഇരിക്കും. എന്റെ അമ്മോ, എന്തൊരു കല്യാണമായിരുന്നു. ഈ കോളേജിൽ പഠിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായി ഉദ്യോഗസ്ഥനായി ജോലിയുള്ള ഒരു പെണ്ണിനെയും കെട്ടി. അങ്ങനെ ആ പിള്ളേർ ആരുടെ കാര്യം പറഞ്ഞു? ഈ കോളേജിൽ പഠിച്ച ചെറുക്കൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ആ പൂപ്പ ജോലിയൊന്നുമില്ല. നമ്മൾ IAS ഒക്കെയാണ് എൻ്റെ ലക്ഷ്യം. IAS ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് IPS ആണ് ഇഷ്ടം. കൊള്ളാം കൊള്ളാം കൊള്ളാം, എല്ലാം കൊള്ളാം. എൻ്റെ മക്കൾ ആദ്യം ഡിഗ്രി പറഞ്ഞ് പാസ്സാകാൻ നോക്ക് കേട്ടോ. ചേട്ടാ, ചേട്ടനെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ആവശ്യം? കാണാതിരിക്കായിരുന്നു. ആണോ? ഒരുവിധപ്പെട്ട ഒരു എല്ലാ സഹായവും നിർത്തി കേട്ടോ. രാത്രി ഉറക്കമൊഴിഞ്ഞുള്ള ഒരു പരിപാടിക്ക് ഇനിയായില്ല. ഇതേ വീട്ടിൽ ഭയങ്കര വഴക്കാണ്. ആരാണ്ടോ എന്ന് പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കോളേജിൽ ആരാണ്ടോ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. ആ, ഒരു 11 KB കുറവുണ്ട്. ചേട്ടാ, ചേട്ടൻ ഇന്നൊരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതെന്താ പെട്ടെന്ന് എന്നോടൊരു സ്നേഹം? അല്ല, അങ്ങനെ ഒരു ഒഴിവിളി. കൊള്ളാം കൊള്ളാം, മനസ്സിലായി. എന്നിട്ട് ഏതെങ്കിലും പെമ്പിള്ളാരെ വിളിച്ച് തോന്നി ദിവസം പറയാനല്ലയോ? എന്റെ വന്നം പറ്റി ആ ഉൾവിളി ഒന്നും എന്നോട് വേണ്ട കേട്ടോ. ഏട്ടാ, അറക്കണതിന് മുന്നേ കിടന്ന് പിടയ്ക്കാതെ ഞങ്ങൾ കാര്യം പറയട്ടെ. എന്നാ അറക്ക് പറ. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ 150 രൂപ ചാർജ് ചെയ്ത് തരുന്നില്ലയോ? ഒരു ചായ പറയട്ടെ. ചായ ഇവിടെ കിട്ടൂല, അവിടെ പോയി കുടിക്കണം. എന്നാ പിന്നെ അങ്ങോട്ട് പോയി കുടിക്കാം. അങ്ങോട്ട് പോയി കുടിക്കാം, പക്ഷെ 100 രൂപയാണ് പറഞ്ഞത്. 150 രൂപയാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ചായ കുടിച്ച് അന്തസ്സായിട്ട് കാര്യങ്ങൾ തുടങ്ങിക്കളയാം. ഒരു കാര്യം, 100 രൂപയ്ക്ക് ചാർജ് ചെയ്യണം. ചായൻ്റെ പൈസ ചേട്ടൻ കൊടുക്കും. 150 രൂപ 150. ഇല്ല കറിയല്ലോ. കണ്ണും കണ്ടുകൂടാ, പവറൊക്കെ പോയാ. ഇവിടെ ഇരിക്കുന്നു. സാർ എന്താ സാർ കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോവല്ല ഞാൻ കോളേജ് പറഞ്ഞത്. പലരും വന്നിരുന്നു സർ. സാറേ ആ വന്നവരൊക്കെ ഇനി വരട്ടെ, ഞാൻ കാണുന്നുണ്ട്. സാറേ സാറിന് സർട്ടിഫിക്കറ്റ് ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. ആ ഒപ്പ് സീലും കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചയക്കാമായിരുന്നു. ഇപ്പം തരാൻ പറ്റൂല, പിന്നെ വാ. സാറേ പുള്ളിക്ക് ഇന്നത്തെ ആവശ്യമാണ്. ഞാൻ തരാമെന്ന് പറഞ്ഞാ. അല്ല, സാറല്ലേ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ഞാനാണെന്ന് അറിയാം. എനിക്കറിയാം, പക്ഷെ സാറിന് അറിയില്ല. എന്താ അല്ല, വലിയ ഉപകാരമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ. വല്ല ഉണ്ടെങ്കിൽ ഉറക്കെ പറയണം, ഗുരുവിനാന്ന് പറയരുത്. ശരിയും കേട്ടൂടെ ഒന്നാ. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് സാറാണ് തീരുമാനിക്കണേ. സാറിന് ഇത് എന്തോ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഒപ്പിടൂല. സാറേ ഒരു സാമാന്യ മര്യാദ കാണിച്ചൂടെ? അത് ഒരു ഭാഗത്തുണ്ടായ പോരാ, മറുഭാഗത്തും അതേ മര്യാദ ഉണ്ടാവണം. സാർ കാര്യം പറയാം, എന്തോ സംഭവിച്ചേ? സംഗീത ടീച്ചറെ, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് അറിയാല്ലേ? അതെ. ഞാൻ സീൽ ചെയ്ത് ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി അംഗീകരിക്കാൻ മടിയുള്ള സാറുള്ളിടത്ത് എനിക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. സാറേ സാറിനോട് സ്നേഹക്കുറവുകൊണ്ടോ ബഹുമാനക്കുറവുകൊണ്ടോ അല്ല. പിന്നെ ഈ കോളേജിലെ ഏറ്റവും അലമ്പ് കാണിക്കുന്ന ബാക്ക് ബെഞ്ചസിൽ പെട്ട ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നേ. അവനൊന്നും ഒരിക്കലും സഹായിക്കരുത് സാർ. അവന്മാർ അലമ്പ് കാണിക്കണത് പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ടാണ് അവന്മാർ അലമ്പ് കാണിക്കുന്നത്. അവന്മാരെ മനസ്സ് കാണണം, നിഷ്കളങ്കമായ മനസ്സാണ്. സാറിന് ഒരാവശ്യം വന്ന അവസാനം അവന്മാരെ കാണും, അത് ഓർമ്മ വേണം കേട്ടോ.
ഇയാളവിടെ എന്തോ ചെയ്യണത്? ഈ ആണിയല്ലേ ഇളകിയിരിക്കുക സാറേ, അത് മുറുക്കിക്കൊണ്ടിരിക്കുക. മുറുക്കണ ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് മുറുക്കുക. ഇത് ഇയാൾ വലിച്ചു ഊരി എടുക്കുകയാണ്. നാശ കോടാലിയാക്കുക. കുറേ നേരം കൊണ്ട് തട്ടി തട്ടി നിൽക്കുന്നു. കാറ്റ് തൊലച്ച് നാശമാക്കുക. ഞാൻ ഒപ്പിടാം. താങ്ക് യു സർ. സാറിനെ പോലെ രീതിയിൽ ഞാൻ പെരുമാറിയാൽ അത് ശരിയാവില്ലല്ലോ. വയ്ക്കോ. താങ്ക് യു സർ. അത്ര തരം താഴ്ന്ന ആളല്ല ഞാൻ. താങ്ക് യു സർ. ആ താങ്ക് യു. കൂടെ ചെല്ലേ. അവിടെ പോയാലും ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച്. താങ്ക് യു സാർ. അക്കാലത്ത് ഓടിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. എടാ ബാബുലേൻ സാറിന് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെന്നും നിഷ്കളങ്കരാണെന്നും ബാബുലേൻ സാർ അറിയണം. എനിക്ക് അത്രേ വേണ്ടുവളയാ. ഇപ്പൊ എന്ത് കാര്യത്തിനാ? ഞാനത് ചോദിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? നമ്മൾ നിഷ്കളങ്കരാണെന്ന് ബാബുലാൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ശരി. എടാ ബാബുലേൻ സാറിന് ഈ കോളേജിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം? എന്ത് സ്ഥാനം? ബാബുലേൻ സാർ ആരാണ്? മലയാളം സാറ്. മലയാളം സാർ അതെനിക്കും അറിയാം. ബാബുലേൻ സാറിന് കുട്ടികളുടെ ഇടയിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം? നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, നമ്മൾ വെറും ആപ്പുകളാണെന്നാണ് ബാബുലേൻ സാറിന്റെയും കുട്ടികളുടെയൊക്കെ വിചാരം. അല്ലേ? അല്ലേ? ബാബുലേൻ സാറ് പറയും ഇവര് നല്ല ആത്മാർത്ഥതയുള്ളവരാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഇടയിൽ നമ്മളൊരു എനർജറ്റിക് വലിയ പേഴ്സൺസ് ആവും. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സത്യസന്ധരാണ്, ആത്മാർത്ഥമുള്ളവരാണെന്ന് പുള്ളിന്റെ അടുത്ത് പറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ വേറെ കുറെ ആൾക്കാരുടെ അടുത്താണ് ബോധ്യപ്പെടുത്തേണ്ടത്. നീ നേരത്തെ പറഞ്ഞല്ലേ എന്റെ കൂടെ നിൽക്കാന്ന്. കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അങ്ങനെ കൂടെ നിൽക്കാം. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണം. നിൽക്കാൻ പറ്റില്ലെങ്കിലോ എല്ലാ നിന്റെ കൂടെ മറ്റേ കാര്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിന്നാണ്. ഏത് അങ്ങനെ എല്ലാ കാര്യത്തിനും എനിക്ക് കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. എനിക്കൊപ്പ് വേണ്ടെങ്കിൽ എനിക്കൊപ്പ് വേണ്ട. എന്താ എനിക്ക് ഒപ്പ് വേണ്ടാത്ത? എനിക്ക് ഒപ്പ് വേണ്ട. എന്താ എനിക്ക് ഒപ്പ് വേണ്ടാത്ത? നിങ്ങളിങ്ങനെ അടി. ഞങ്ങളെന്താ അടി ഉണ്ടാക്കി? നീ ഒപ്പ് വാങ്ങിച്ചിട്ട് പോയാ മതി. നീ ഒപ്പ് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളെ ഇപ്പൊ എനിക്ക് ഒപ്പ് വേണ്ടെങ്കിലും ഈ പൊറിഞ്ചു ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ISA മാർക്കുള്ള പണിയേ തരുള്ളൂ. നിനക്ക് ഒപ്പ് വേണ്ടേ? ഒപ്പ് വേണ്ടെങ്കിൽ ഞാൻ പണി കൊടുക്കോളാ. ISA മാർക്കുള്ള പണിയാണ് കൊടുക്കാൻ പോണത്. കേട്ടടാ. അവൻ കൂടെ ഉണ്ടാവും. വിട്ടേക്ക് ഇത്ര വേദന. എന്തെങ്ങനെ ഇറങ്ങി നടക്കണ? ക്ലാസ് കട്ട് ചെയ്താവൂലേ? ക്ലാസ് കട്ട് ചെയ്യുന്നല്ലടാ, ഇറക്കി വിട്ടാവും. ഞങ്ങള് ക്ലാസ് കട്ട് ചെയ്ത അതിനൊരു അന്തസ്സുണ്ട് അല്ലടാ? പിന്നെ അല്ലാതെ. അയ്യടാ, ഞങ്ങള് ക്ലാസ് കട്ട് ചെയ്തല്ല, ഞങ്ങൾ ഇറക്കി വിട്ടതുമല്ല. ഇപ്പൊ ബാഹുബലൻ സാറിന്റെ ക്ലാസ്സാ. അപ്പൊ സാറ് പറഞ്ഞു പോയി ഗ്രൂപ്പ് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോളാം. ഓ, എവിടെ വെച്ചാണ് പ്രാക്ടീസ്? അവിടെ വന്ന് ജനലി വലിഞ്ഞു കയറാനായിരിക്കും അല്ലേ? നടക്കൂല. ഞങ്ങൾക്ക് അവിടെ ലാബിൽ വെച്ചിട്ടാ. അവിടെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാനൊന്നും പറ്റില്ല. പോയേ നോക്കാൻ വേണ്ടി വന്നിട്ടില്ലേ, അതുകൊണ്ട് പറഞ്ഞത്. ശരി. അതിൽ നീ ഇവിടുത്തെ ഫോണും എടുത്താണ്. ഫോണാണ്ട് നീ ഇവിടുത്തെ ലാൻഡ് ലൈൻ നമ്പർ പറഞ്ഞു കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ. ഒരു ഐഡിയ ഉണ്ടടാ, നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ലാത്ത ഒരു ഐഡിയ. ദൈവം നമ്മുടെ കൂടാടാ മച്ചാനെ. 0476 0476 2525 2525 76 76. മിണ്ടാതെന്നോണം. നിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കാണ്. ഹലോ, പ്രിൻസിപ്പൾ അല്ലേ? ആരാ? സാർ, ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ് സാർ. പരാതി? എന്ത് പരാതി? അവിടെ മലയാളം പഠിപ്പിക്കുന്ന ബാഹുലേൻ സാർ സാറ് ക്ലാസ്സിലൊന്നും കയറുന്നില്ലല്ലോ സാറേ. അദ്ദേഹം ഇങ്ങനെ എൻ്റെ കുട്ടി മാത്രമല്ല സാറേ, പല രക്ഷിതാക്കൾ വരെ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിനും കൂടെ ട്യൂഷനൊക്കെ വിടണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് അത് താങ്ങാവുന്ന കാര്യമൊന്നും അല്ല കേട്ടോ സാറേ. അദ്ദേഹം ഈ പീരീഡ് അദ്ദേഹം ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതെ, അത് ഞാൻ നോക്കാം. പാട്ട്, നാടകം, പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ സാറേ അത് ശരിയാവുക? വേണ്ടത് ചെയ്യാം. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാറേ. ഇനി പരാതി ഒന്നും വരാതെ ഇരിക്കാനേ ഞാൻ ശ്രമിക്കാം. അല്ല, ഞങ്ങൾ ഈ രക്ഷിതാക്കളെല്ലാവരും കൂടി ചേർന്ന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേണ്ടെങ്കിൽ സാർ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണം, പെട്ടെന്ന് സ്വീകരിക്കണം. അവളിങ്ങനെ പാട്ടൊന്നും നാടകമെന്ന് പറഞ്ഞ് നടത്താൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഇത്രയും വലിയൊരു കോളേജിൽ എൻ്റെ കുട്ടിയെ കൊണ്ട് വന്ന് ചേർത്തത് കേട്ടോ സാറേ. ഓക്കെ, ശരി ശരി. ഇയാളെ കൊണ്ട് തോറ്റല്ലപ്പ. പിള്ളേർ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇപ്പം രക്ഷാകർത്താക്കളെ വിളിച്ച് ചീത്ത വിളിക്കാതെ. ഇയാൾ അങ്ങനെ വിട്ടാൽ ശരിയാണ്. ചോദിക്കാനും പറയാനും എനിക്കൊന്നും കേൾക്കണ്ട.
ഇപ്പൊ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു കന്നന്തരങ്ങൾ കാണിക്കരുത്. ആ പിള്ളേരെ പറയാണെന്നല്ല ഇത്രയും വെട്ടലായത്. ഒരു കൊച്ചിറക്കം ഒപ്പിടാൻ വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തുകൂടായിരുന്ന ഫോണിൽ കൂടെ ചീത്തവിളി കേട്ട മൊത്തം ഞാൻ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഫോണിൽ കൂടെ കേട്ട ചീത്തവിളിയൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. പുറത്തിറങ്ങി ടീച്ചർ നിൽക്കുന്നു. വലിയ ഫ്രണ്ട്ഷിപ്പല്ലേ, ഗുണവീഴ്ച നോക്ക്, ചിലപ്പോൾ നന്നാവും. ഞാൻ എന്ത് പറയാനാ സാർ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓറഞ്ച് ഒരു വാക്ക് പറഞ്ഞതാണ് കുട്ടികളോട് കളിച്ച സാർമാർക്കും കിട്ടും.